ഏവർക്കും കരിയർ ട്രാക്കർ PSCയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ ജിയോഗ്രഫി. ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ഇന്നിവിടെ നോക്കാം. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ പ്രധാനമായും 5ആയി തരംതിരിച്ചിരിക്കുന്നു. അവ ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, താർ മരുപ്രദേശം, തീരപ്രദേശം എന്നിങ്ങനെയാണ്. ഇതിൽ ആദ്യത്തേത് ഉത്തര പർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ട് മുതൽ, പാമീർ പർവ്വതക്കെട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ട്. പാമീർ പർവ്വതക്കെട്ട് മുതൽ കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നീണ്ട പർവ്വതനിരയാണ് ഉത്തര പർവ്വത മേഖലയിലുള്ളത്. പ്രായം കുറഞ്ഞ മടക്കുപർവ്വതങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. നമുക്കറിയാം, മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചുകൊണ്ടാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖല 150 to 400 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. അപ്പോൾ പാമീർ പർവ്വതക്കെട്ട് മുതൽ കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ. ഉത്തര പർവ്വത മേഖലയെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. അവ ഇങ്ങനെയാണ്: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. നമുക്ക് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ ഇവയുടെ വിഭജനം കൂടി നോക്കാം. ട്രാൻസ് ഹിമാലയത്തെ വീണ്ടും 3ആയി തരംതിരിച്ചിരിക്കുന്നു: ലഡാക്ക്, സസ്കർ, കാറക്കോറം. കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെ ട്രാൻസ് ഹിമാലയത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതുപോലെ ഹിമാലയത്തെയും 3ആയി തരംതിരിച്ചിരിക്കുന്നു: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ ഹിമാദ്രി, ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കു ഭാഗത്ത് കാണപ്പെടുന്ന നിരയാണ് ഹിമാദ്രി. ഹിമാദ്രിക്ക് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നിങ്ങനെയുള്ള പേരുകൾ കൂടിയുണ്ട്. ഹിമാദ്രിക്ക് തൊട്ട് തെക്കുഭാഗത്തായി ഹിമാചൽ കാണപ്പെടുന്നു. ഹിമാചലാണ് ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന സിവാലിക്, സിവാലിക്ക് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നു. പിന്നീട് കിഴക്കൻ മലനിരകൾ. കിഴക്കൻ മലനിരകൾ ധാരാളം കുന്നുകളാണ്. നാഗ, ഖാസി, ഗാരോ, ജയന്തിയ, പട്കായ് അങ്ങനെ നിരവധി കുന്നുകൾ ചേർന്നതാണ് കിഴക്കൻ മലനിരകൾ. ഇനി ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ട്രാൻസ് ഹിമാലയത്തിന്റെ ഉയരം 6000 മീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു, കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇതിൽ കാറക്കോറം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം നിരയിലാണ്. ഇതിന്റെ ഉയരം 8611 മീറ്റർ ആണ്. പുരാണങ്ങളിൽ കൃഷ്ണഗിരി എന്നറിയപ്പെടുന്നത് കാറക്കോറം നിരയാണ്. ടിബറ്റിലെ കൈലാസം സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം നിരയിലാണ്. ഇവിടുത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ലഡാക്കിനെ കുറിച്ച് നോക്കാം. ലഡാക്ക് ലിറ്റിൽ ടിബറ്റ്, ചുരങ്ങളുടെ നാട്, ശീതമരുഭൂമി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. സസ്കർ ഷിത്കില ലിബുലേഖ് ചുരങ്ങൾ അടങ്ങിയ ഭൂവിഭാഗമാണ് സസ്കർ. ജമ്മു കാശ്മീർ, ശ്രീനഗർ എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സസ്കർ നിരയിലാണ്. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലാണ്. എവറസ്റ്റിന്റെ ഉയരം ശ്രദ്ധിക്കണം, 8848 മീറ്റർ. ഹിമാലയത്തെ 3ആയി വിഭജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഗംഗ, യമുന നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രിയിൽ നിന്നാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. കാഞ്ചൻജംഗയുടെ ഉയരവും നന്ദാദേവിയുടെ ഉയരവും ശ്രദ്ധിക്കുക. കാഞ്ചൻജംഗ 8586 മീറ്ററും നന്ദാദേവി 8126 മീറ്ററുമാണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ഷിംല, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. ഡെറാഡൂൺ പോലുള്ള ധാരാളം ഡൂണുകൾ കാണപ്പെടുന്ന മേഖലയാണിത്. അടുത്തത് കിഴക്കൻ മലനിരകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് കിഴക്കൻ മലനിരയിലുള്ളത്. കിഴക്കൻ മലനിര പൂർവാചൽ എന്നും അറിയപ്പെടുന്നു. ചിറാപുഞ്ചി, മൗസിൻറാം എന്നീ പ്രദേശങ്ങൾ കിഴക്കൻ മലനിരയിലാണ്. ഏറ്റവും കൂടുതൽ
മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻ റാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻ റാം ഖാസി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശവും ചിറാപുഞ്ചിയാണ്. കിഴക്കൻ മലനിരകളിൽ ധാരാളം ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ മലനിരയിൽ ഉൾപ്പെട്ട കുന്നുകളാണ് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. ഇത് മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത്രയുമാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെ ഏവർക്കും ബൈ. താങ്ക് യു.